ഈ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലൊക്കെ എന്തോരം സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഒരു 100 സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിലൊരു 10 സിനിമയെ കാണാൻ കൊള്ളാവുന്ന ഒരു സിനിമയായിരിക്കും. അതിൽ തന്നെ ഒരു 2 സിനിമയായിരിക്കും ഓവറോൾ പടം തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തൊട്ട് സ്ക്രിപ്റ്റ് തൊട്ട് അഭിനയം തൊട്ട് കഥ ഫുൾ എല്ലാം കംപ്ലീറ്റ് ഒരു നല്ല ഫിലിമായിട്ട് വളരെ അപൂർവമായിട്ട് ഒരു 2 3 സിനിമ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ കൂട്ടത്തിലെ വളരെ ചിലവ് കുറച്ച് ബഡ്ജറ്റ് കുറച്ച് അഭിനയിച്ചിട്ടുള്ള ഇറക്കിയിട്ടുള്ള 2 കോടി 1 കോടി ബഡ്ജറ്റിലൊക്കെ ഇറങ്ങിയിട്ടുള്ള നല്ല നല്ല സിനിമകളുണ്ടാവും. അതൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. സോ അങ്ങനെ വിട്ടുപോയ ഒരു കിഡിലൻ സിനിമയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഫുൾ കഥ പറയുന്നില്ല, കാരണം ആ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ത്രില്ല് പോകും പടം കാണുമ്പോൾ. കാരണം അതൊരു ത്രില്ലർ മൂവിയാണ്, ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. വളരെ കിഡിലും കേട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതിൽ ഒരു സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ ഈ പടത്തിന് ഞാൻ പറയും. ചിലവർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷെ എന്നാലും ഒരു 90% ആൾക്കാർക്ക് ഈ പടം ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആക്ഷൻ ത്രില്ലറും ഉണ്ട്, നല്ല എമോഷണൽ സീൻസും ഉണ്ട്, നല്ല കിഡിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉണ്ട്. പക്ഷേ ഈ പടത്തിൽ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ പടത്തിൻ്റെ നടനാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഈ പടം ഹിറ്റാവാഞ്ഞത്. ഇങ്ങനെ ഒരു പടം ഈവൻ എൻ്റെ ഫ്രണ്ട്സ് തമിഴിലുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ട് അവർ പോയി കണ്ടിട്ട് പറഞ്ഞു, മച്ചാൻ സൂപ്പർ പടം എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പടം സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ പോയി കണ്ടത്. അത്രയും തമിഴ്നാട്ടിൽ പോലും ആർക്കും ഇങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു അറിയത്തില്ല. പക്ഷെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫസ്റ്റ് സീൻ തന്നെ ഒരു മോഷണൽ സീനാണ്. അടിപൊളിയാട്ടോ, നിങ്ങൾ കണ്ടു നോക്ക്. ആ ഒരു 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 പെട്രോൾ പമ്പിൽ ഒരു മോഷണൽ സീനുണ്ട്, സൂപ്പറാണ്. പിന്നെ ഒരു ഇൻ്റർവെൽ സമയത്ത് ഒരു മോഷണൽ സീനുണ്ട്. പെട്രോൾ പമ്പല്ല, ഈ ബീവറേജിൽ ഇൻ്റർവെൽ സമയത്ത് ബീവറേജിൽ ഒരു മോഷണൽ സീനുണ്ട്. ആ സീൻ കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് ഉണ്ട്. എൻ്റെ പൊന്നോ, കിഡില്ല എന്ന് പറഞ്ഞാൽ കിഡിലാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഹീറോയുടെ ഫ്രണ്ടായിട്ട് വരുന്ന ആളുടെ അഭിനയം അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഹീറോ മാത്രമേ ഉള്ളൂ, ഒട്ടും അങ്ങോട്ട് നമ്മുടെ അടുത്ത് കണക്റ്റ് ആവുന്നില്ല. അത്യാവശ്യം അങ്ങനെ ട്രൈ ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വല്ല പ്രൊഡ്യൂസറുടെ മോനായിരിക്കും. പിന്നെ ഈ പടത്തിൽ അപർണ ബാലമുരളി ഉണ്ട്. അതിൻ്റെ എനിക്ക് തോന്നുന്നു അപർണയുടെ ഏറ്റവും ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു. വളരെ മെലിഞ്ഞ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സോ സൂപ്പർ സിനിമയാണ് കേട്ടോ. അപർണയും നല്ല അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലിജോ മോളുണ്ട്. ലിജോ മോളുടെ അഭിനയം സൂപ്പറാണ്, പറയേണ്ട കാര്യമല്ല. പുള്ളിക്കാരി വേറെ ലെവൽ അഭിനയിക്കും. ഇതിനകത്ത് എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, എക്സെപ്റ്റ് ആ ഹീറോ. ആ ഹീറോയുടെ ഒരു അഭിനയമാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾ കണ്ടു നോക്ക്, ചുമ്മാ ഇരിക്കുമ്പോൾ കണ്ടു നോക്ക്. യൂട്യൂബിൽ തന്നെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ വ്യൂസൊക്കെ വളരെ കുറവാണ്. അധികം ഈ പടം ആരും കണ്ടിട്ടില്ല. എനിക്ക് പേഴ്സണലി ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ആദ്യം തൊട്ട് അവസാനം വരെ ഈവൻ ഫോർവേഡ് പോലും ചെയ്യാതെ ഞാൻ കണ്ടു. ഭയങ്കര ഒരു നാച്ചുറലായിട്ട് എടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും, ഈ ഒരു ഹീറോവും ആ ഹീറോയുടെ ഫ്രണ്ടും ഇല്ല, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സ്റ്റോറി ഇതിനകത്ത് പറയുന്നുണ്ട്. ആ ഹീറോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഹസ്ബൻഡ് വൈഫിലുള്ള ഒരു ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ സമൂഹത്തിൽ എങ്ങനെ ഒരു മനുഷ്യനെ എങ്ങനത്തെ രീതിയിൽ ആൾക്കാർ ചതിക്കും എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ക ഒരു ഒരു എന്താ പറയുക, ഒരു ആക്ഷൻ ത്രിൽ പാക്കേജ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പടത്തിൽ വല്ല അജിത്തോ വിജയോ ഇല്ലെങ്കിൽ ചിമ്പു ധനുഷോ, ഇനി മലയാളത്തിൽ വേറെ നമ്മളുടെ ഫേമസ് നടന്മാർ ആരെങ്കിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കഥ ഇത്രയും വേസ്റ്റ് ആവത്തില്ലായിരുന്നു. കാരണം നല്ല കഥകൾ ഇതുപോലെ ആരും അറിയപ്പെടാതെ ഇങ്ങനെ പോകുന്നുണ്ട്, ഒരുപാട് നല്ല സിനിമകൾ. സോ ഞാൻ ഈ സിനിമ നിങ്ങളെല്ലാവരും കാണണം, സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. കാരണം മിസ്സാക്കണ്ട, യൂട്യൂബിൽ ഫ്രീ ആയിട്ട് നമുക്ക് കാണാം. നെറ്റ്ഫ്ലിക്സിലും ഹോട്ട്സ്റ്റാറിലും പ്രൈമിലൊക്കെ സിനിമ സെർച്ച് ചെയ്ത് ഞാൻ മടുത്ത്. കാരണം ഒരു നല്ല സിനിമയല്ല, കുറച്ച് നേരം കാണുമ്പോൾ തന്നെ നമുക്ക് മടുപ്പാവും. ഇപ്പോൾ തന്നെ മലയാളത്തിൽ എന്തോരം ഡെർബിയോ എന്തൊക്കെയോ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ കൂറ സിനിമ. ഒരു OTTയിലും ഒരു നല്ല ഫിലിമില്ല. അങ്ങനെ സെർച്ച് ചെയ്ത് തപ്പി യൂട്യൂബിലെങ്കിലും ഏതെങ്കിലും നല്ല ഫിലിം ഉണ്ടോ എന്ന് നോക്കിയപ്പം കണ്ട ഒരു സിനിമയാണ് തീതും നൻറും. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സിനിമ. ക്ലൈമാക്സ് ഇച്ചിരി എന്താ പറയുക, ഒരു വിഷമം വരുന്ന ഒരു സംഭവമാണ്. പക്ഷേ എന്നാലും പടം സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പടം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ചിലപ്പോൾ എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടതാണോ എന്ന് എനിക്കറിയത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്നും എനിക്കറിയത്തില്ല. സോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്ക് അറിയാൻ പറ്റും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന്. സോ കണ്ടിട്ട് പറയും.